Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Last class, we started discussing different debugging system. Okay, debugger is an example for system software, and we start with the functionalities provided by a debugger. So actually we are using a debugger to debug our program. We have to identify the errors and we have to correct the errors. Okay, Rohit, Ramesh, audible അല്ലേ ഞാൻ? Sevin, Vaishna. Okay, then we discussed the main functionalities provided by a debugger. First of all, we need a control flow of the program and setting breakpoint. എന്തായിരുന്നു കോൺസെപ്റ്റ് ഓഫ് ബ്രേക്ക് പോയിന്റ്? തനുശ്രീ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. വാട്ട് ഈസ് ബ്രേക്ക് പോയിന്റ്? Functionalities provided by debugger. What is a breakpoint? Respond here. Sevin, what is concept of breakpoint? Amina. Sir, പേര് പോലെ തന്നെ ഒരു ഇത് എഡിറ്റർ അല്ലേ? അപ്പൊ ഒരു പോയിന്റ് നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സെവൻ വോയിസ് കട്ടായി. എഡിറ്റ് ചെയ്യണമെങ്കിൽ okay. Then control flow, we are setting breakpoint. Means in a particular breakpoint, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can suspend the execution and we can use our debugging command to analyze the progress of the program. അതായിരുന്നു കോൺസെപ്റ്റ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മളൊരു സ്റ്റോപ്പ് പ്ലേസ് ചെയ്യുന്നു, ദെൻ അതുവരെയുള്ള എല്ലാ എക്സിക്യൂഷൻ ഫ്ലോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡീബഗറിന് ഒരു ബ്രേക്ക് പോയിന്റ് ക്യാപ്പബിലിറ്റി ഉണ്ടാവണം. Then setting some conditional expression, which means എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യണം. സപ്പോസ് വി ആർ ഇൻപുട്ടിങ് എ ഡാറ്റ സീറോ ഇൻപുട്ട് വന്നാൽ അതെങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു സർട്ടൻ ഇൻപുട്ട് അതെങ്ങനെ വർക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഡീബഗറിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം. Then third option was tracing and traceback option. Tracing means ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഇൻപുട്ട് കൊടുത്താൽ നമ്മളെ കൺട്രോൾ ഫ്ലോ എങ്ങനെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ഔട്ട്പുട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ട്രേസിംഗ് ആണ്. നമ്മൾ അതിനെ ആക്ച്വലി എങ്ങനെ അത് ബിഹേവ് ചെയ്യും, അതിന്റെ ഫ്ലോ എങ്ങനെയാണ്, ആ ഒരു കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് ദെൻ റിഗാർഡിങ് ട്രേസ് ബാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആ വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് റീച്ച് ആയിട്ടുള്ളത്, അതെങ്ങനെയാണ് ചേഞ്ച് ആയിട്ടുള്ളത്, ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ മോഡിഫൈ ആയിട്ടുണ്ട്, അത് ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റണം. പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്സിലോട്ട് നമുക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ. അങ്ങനെയുള്ള ഫങ്ഷണാലിറ്റീസ് ഒക്കെയാണ് ഒരു ഡീബഗർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പാർട്ട്. ടുഡേ വി ആർ ഡിസ്കസിങ് പ്രോഗ്രാം ആൻഡ് ഡിസ്പ്ലേ ക്യാപ്പബിലിറ്റീസ്. എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് ആണ് ഒരു ഡീബഗറിന് വേണ്ടത് എന്നാണ് പറയുന്നത്. തുളസി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. യു പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് സി കമ്പൈലർ. കമ്പൈലർ എന്ന് പറയുന്നത് ഓൾസോ ഹെൽപ്പിംഗ് അസ് ടു ഫിക്സ് ദി ഇറേഴ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് വേണം ഒരു കമ്പൈലർ ഓർ ഡീബഗറിന്? തുളസി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. വോയിസ് ഓൺ ആക്കി. നന്ദിത ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നന്ദിത, എന്തൊക്കെ ഫങ്ഷണാലിറ്റി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു ഡീബഗറിന്? ഓക്കെ, സ്ലൈഡിലെ പോയിന്റ് ആണ്. ദെൻ പിന്നെ എന്താ മനസ്സിലാക്കുക? ഓക്കെ, ദെൻ ഓക്കെ താങ്ക് യു. ഒന്ന് ജസ്റ്റ് നോക്കുക, ഒന്ന് സൈഡ് ഹെഡിങ് എഴുതാം. ടുഡേ വി ആർ ഡിസ്കസിങ് ഡിഫറെന്റ് പ്രോഗ്രാം
display capabilities provided by debugger. Capabilities of debugger ആണ് നമ്മൾ പറയുന്നത്, debugger. First one is line numbers എന്നൊരു കോൺസെപ്റ്റ്. അതായത് ആക്ച്വലി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണോ നമ്മൾ റൺ ചെയ്യുന്നത് ഒരു ഇൻഡസ്ട്രി എൻവയോൺമെന്റിൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പം നമ്മൾ തൗസൻഡ്സ് ഓഫ് ലൈൻസ് ആണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു ഡീബഗർ എന്ന് പറയുന്നത് ഓൾവേസ് നമുക്ക് ലൈൻ നമ്പേഴ്സ് ഏത് പോയിന്റിലാണ് നമുക്ക് പ്രോബ്ലം ഉള്ളത്, ലൈൻ നമ്പർ പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റണം. എന്നാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പാത്തിൽ പോയിട്ട് വി ക്യാൻ എഡിറ്റ് ദി കോഡ്. ആ ഒരു ഓപ്ഷൻ നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ലൈൻ നമ്പേഴ്സ് ഹൈഫൺ ഇട്ട് എഴുതാം. ഇറ്റ് ഷുഡ് ഹാവ് എ ഗുഡ് പ്രോഗ്രാം ഡിസ്പ്ലേ ക്യാപ്പബിലിറ്റീസ്. ഇറ്റ് ഷുഡ് ഹാവ് ഗുഡ് program display capabilities. Program being debugged should be displayed with statement numbers. Program being debugged should be displayed with statement numbers. Statement numbers. Then next option is resume execution ആണ്. Resume execution means we are identifying a problem. ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമ്മുടെ പ്രോഗ്രാം എന്തായി, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ അവിടെ സ്റ്റോപ്പ് ആയി. ആക്ച്വലി ഒരു സ്റ്റോപ്പ് ആണ് അത് കാണിക്കുന്നത്. ഇറ്റ് കാണ്ട് എക്സിക്യൂട്ട് ഫർദർ. ആ ഒരു സിറ്റുവേഷനിൽ വി ആർ പെർഫോമിംഗ് ഡീബഗിംഗ് ടാസ്ക്. ആഫ്റ്റർ പെർഫോമിംഗ് ഡീബഗിംഗ് ഓർ ആഫ്റ്റർ പെർഫോമിംഗ് ഫിക്സിംഗ് ദി എറേഴ്സ് വി ഹാവ് ടു റെസ്യൂം ദി എക്സിക്യൂഷൻ. നമുക്ക് ആ എക്സിക്യൂഷൻ റെസ്യൂം ചെയ്യാൻ പറ്റണം. ആ ഒരു ഫംഗ്ഷനാലിറ്റി ആര് പ്രൊവൈഡ് ചെയ്യണം? ഡീബഗർ പ്രൊവൈഡ് ചെയ്യണം. സോ നെക്സ്റ്റ് പോയിന്റ് ഈസ് റെസ്യൂം എക്സിക്യൂഷൻ. റെസ്യൂം എക്സിക്യൂഷൻ ഹൈഫൺ ഇട്ട് എഴുതുക. ആഫ്റ്റർ ദി ചേഞ്ചസ് resume execution of program. After the changes we have to resume the execution of the program. After the changes we have to resume the execution of the program. Then ഒരു ഡീബഗർ എന്ന് പറയുമ്പം ഏത് ലാംഗ്വേജിലോ നമുക്കൊരു എല്ലാ ലാംഗ്വേജും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡീബഗർ നമുക്ക് പോസിബിൾ അല്ല. എന്നാലും ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജ് കൺസ്ട്രക്റ്റും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡീബഗറിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ്. ഇറ്റ് ഹാവ് ടു സപ്പോർട്ട് ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസ്ട്രക്റ്റ് നമുക്ക് പറയാം. ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ഒരു ഗ്ലോബൽ ഡീബഗർ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ക്യാപ്പബിൾ ഓഫ് ഡീബഗിങ് ഓൾ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത്തരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോസിബിൾ അല്ല, എന്നാൽ പോലും വി ആർ എക്സ്പെക്ടിങ് എ ഡീബഗർ. ഇറ്റ് ഷുഡ് ബി ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ്. Then ഈ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ നമുക്ക് ടു ടൈപ്പ് ഓഫ് ഡീബഗേഴ്സ് നമുക്ക് പറയാം. എ സിംഗിൾ ഡീബഗർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. വി ആർ ഹാവിംഗ് ഓൺലി എ സിംഗിൾ ഡീബഗർ കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആണ്. We are having only one debugger, it is language independent, which means it can support all type of programming languages. Okay, and we can also go for a debugger which is specific for a programming language. Specific എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ നമുക്ക് കാണാം. സ്പെസിഫിക് ഡീബഗർ ഈ ഒരു കോൺസെപ്റ്റിൽ കാണുന്നത് ഇറ്റ് ഈസ് സ്പെസിഫിക് ഫോർ എ പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. either we can have single debugger or specific debugger. കോൺസെപ്റ്റ് എന്ന് ഓർക്കുക. Then next capabilities provided by debugger എഴുതാം. ഹെൽപ്പ് ഫെസിലിറ്റി. ഹെൽപ്പ് ഒരു ഡീബഗറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതിനെ സ്റ്റഡി ചെയ്യേണ്ടി വരും. ചില കമാൻഡ്സ്, ഡീബഗിങ് കമാൻഡ്സ് നമുക്ക് ഫെമിലിയർ ആണെങ്കിൽ നമുക്ക് അതിനെ സ്റ്റഡി ചെയ്യേണ്ടി വരും. സോ ഹെൽപ്പ് പോലുള്ള
സപ്പോർട്ട് ആ ഒരു ഡീബഗറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ലിനക്സിൽ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ദർ വി ഹാവ് എ ഹെൽപ്പ് ഓപ്ഷൻ. ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിൻടാക്സ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ എ ഡീബഗർ ഷുഡ് പ്രൊവൈഡ് ഹെൽപ്പ് ഫങ്ഷണാലിറ്റീസ്. ഹെൽപ്പ് ഫങ്ഷണാലിറ്റീസ്. Okay. Then functionalities provided by debugger. Next point is full screen. Debugger നമുക്ക് ഒരു full screen option തരണം. It should support full screen. Full screen option നമുക്ക് തരണം. It should have help facilities. Full screen options നമുക്ക് provide ചെയ്യണം. Full screen option. Okay, then proper response based on the user request. Proper response based on the user request. Because some debugger you can see different menu and button options ഒക്കെ നമുക്ക് കാണാൻ പറ്റും. Some debugger have menu options, button options ഒക്കെ കാണാം. അപ്പം when we are placing or when we are clicking a button, it have to respond properly. We are expecting proper response. അതൊന്ന് എഴുതി വെക്കുക. Proper response. പ്രോപ്പർ റെസ്പോൺസ് നമുക്ക് തരണം ഒരു ഡീബഗർ. പ്രോപ്പർ റെസ്പോൺസ്. ഒരു കാര്യം ഓർക്കുക, we said that it should be language independence, which means the debugger should be aware of different language construct. Different language construct. ഇതൊന്ന് ഓർത്തിരിക്കുക. We are saying our debugger is language independent, which means should be aware of different language construct. അതൊക്കെ അറിഞ്ഞിരിക്കണം. Okay. Then you have to list out some important functionalities provided by a debugger. മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. It identify invariant expression and can be removed from loop. അതായത് ചില വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യാത്ത എല്ലാ ലൂപ്പിലും നമ്മൾ ലൂപ്പ് വേരിയബിൾ ഷുഡ് ബി ഇനീഷ്യലൈസ്ഡ്, അങ്ങനെയൊക്കെ കുറെ കൺസ്ട്രക്ട്സ് ഉണ്ട്. ഇൻവാരിയന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യാൻ നമ്മുടെ ഡീബഗറിന് പറ്റണം. ഫസ്റ്റ് പോയിന്റ് ചെയ്താൽ ഹൗ ടു ഐഡന്റിഫൈ ഇൻവാരിയന്റ് എക്സ്പ്രഷൻ ആൻഡ് ഷുഡ് റിമൂവ് ദാറ്റ് ഫ്രം ദി ലൂപ്പ്. Then second point, separate loop can be combined into single loop. നമുക്കറിയാം രണ്ട് ഫോർ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂപ്പ് എഴുതുന്നു. Then we are writing another loop j. ഇതിന് രണ്ടിനെയും കമ്പൈൻ ചെയ്ത് നമുക്ക് ഒറ്റ ലൂപ്പ് ആക്കാനൊക്കെ പോസിബിൾ ആണ്. ആ ഒരു ഓപ്ഷൻസ് അതിനെ ഐഡന്റിഫൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. സെപ്പറേറ്റ് ലൂപ്പ് ക്യാൻ ബി കമ്പൈൻഡ് ഇൻ ടു സിംഗിൾ ലൂപ്പ്. ക്യാപ്പബിൾ ഓഫ് റിമൂവിങ് റിഡൻഡന്റ് ഇൻഫോർമേഷൻ. ഒരു സ്ഥലത്ത് നമ്മൾ ഐ ഈക്വൽ ടു 0 ഇനീഷ്യലൈസ് ചെയ്തു, കുറച്ച് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് വീണ്ടും അഗൈൻ വി ആർ പ്ലേസിംഗ് ഐ ഈക്വൽ ടു 0. ഇതിന്റെ ആവശ്യമില്ല. റിഡൻഡൻസ് മീൻസ് സെയിം ഡാറ്റ 2 ടൈം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ റിഡൻഡന്റ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ക്യാപ്പബിൾ ഓഫ് എലിമിനേറ്റിംഗ് റിഡൻഡന്റ് എക്സ്പ്രഷൻ. Then elimination of unnecessary branch instruction. Elimination of unnecessary branch instruction, which means normally ഒരു പ്രോഗ്രാം ഫ്ലോയിൽ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. ബ്രാഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും പ്രോഗ്രാമിംഗ് ആ ഒരു ഫ്ലോ ടൈമിൽ. അപ്പം വേണ്ട ബ്രാഞ്ചിങ് മാത്രം നമ്മൾ ടേക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാണ്. ഈ ഒരു 4 പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഇൻവാരിയന്റ് എക്സ്പ്രഷൻ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ലൂപ്പ്. സെപ്പറേറ്റ് ലൂപ്പ് ക്യാൻ ബി കമ്പൈൻഡ് ഇൻ ടു സിംഗിൾ ലൂപ്പ്. റിഡൻഡന്റ് എക്സ്പ്രഷൻ ക്യാൻ ബി എലിമിനേറ്റഡ്. Then elimination of unnecessary branch instruction. Clear? എൻ്റെ വോയിസ് ഓക്കെ അല്ലേ? പ്രിൻസ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അഖിൽ, സി വി, അമൽ, ആമിന, അഞ്ജിത, രഞ്ജിത്ത്. ആ സാർ, ആ വോയിസ് ഓക്കെ. ഓക്കെടാ, താങ്ക് യു. ഞാൻ ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് എടുക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം.
Okay. Then next we are discussing relationship of our debugger with the other parts of the system. Relationship of our debugger with the other parts of the system. Here concept varan karanam namukku debugging ennu parayunna oru option rendu reethiyil possible aanu. Debugging nu parayunnathu first one, it is integrated with the text editor. Integrated with the text editor. Concept endana, we are having a text editor capable of we can perform editing option. We are placing code into our text editor. Then integrated debugger means after performing editing or saving the program, we can directly run the debugger and we can identify the errors. That's the first option. It is integrated with the text editor. We can place the code in text editor, and after saving, we can debug the code directly. ഒരു IDE എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്, ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ .NET-ലൊക്കെ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ തന്നെ കോഡ് ചെയ്യാം. വി ക്യാൻ ഈസിലി ഡീബഗ് ദി സിസ്റ്റം. ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡീബഗ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? വി ആർ യൂസിങ് എ സെപ്പറേറ്റ് ടെക്സ്റ്റ് എഡിറ്റർ. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് വി ആർ ക്രിയേറ്റിംഗ് ദി കോഡ്. നമ്മൾ അതിനെ ഡീബഗറിലേക്ക് എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്തിട്ട് ഇറേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാം. ടു ടൈപ്പ് ഓഫ് ഡീബഗേഴ്സ്. ഫസ്റ്റ് വൺ ഇന്റഗ്രേറ്റഡ് വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ, രണ്ടാമത്തത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂള്. ഈ രണ്ട് കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ദെൻ ഫസ്റ്റ് ഓപ്ഷൻ, I am saying interactive debugger, that is, it should be always available and should be available with the runtime environment and integral part of the system. Integrated ആണെങ്കിൽ എപ്പോഴും അത് കോഡ് ഡീബഗ് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആയിരിക്കണം. ഇഫ് യു ആർ ഐഡന്റിഫൈങ് ആൻ എറർ, അപ്പോൾ തന്നെ നമുക്കത് ലൈൻ ബൈ ലൈൻ ലൊക്കേറ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനുള്ള ഓപ്ഷൻ. റൺ ടൈം എൻവയോൺമെന്റ് and should be integral part of the system. First point ഒന്ന് നോട്ട് ചെയ്യാം. Then second point, our debugger should exist with the system and it should provide code security and code integrity. Code security and code integrity. It should provide code security and code integrity. ഈ ഒരു കോൺസെപ്റ്റ് ഇതാണ്. നമ്മുടെ ഒരു പ്രൈവറ്റ് മെഷീൻ, നമ്മുടെ ഒരു PC ഉണ്ടെന്ന് കരുതാം. ഈ ഒരു PC-യിൽ നമ്മളൊരു കോഡ് എഴുതിയെന്ന് കരുതിയാൽ ആ കോഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലോഗിൻ ടൈമിലെ പാസ്വേഡ് അല്ലെങ്കിൽ ഒരു ഫോൾഡർ ലോക്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ കോഡിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, നമുക്ക് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഇനി വി ആർ യൂസിങ് എ ഡീബഗർ ഇൻ ഡിഫറെന്റ് സിസ്റ്റം. നമ്മൾ ഫ്രണ്ടിന്റെ സിസ്റ്റത്തിൽ പോയിട്ട് ഡീബഗർ യൂസ് ചെയ്തിട്ടാണ് ഇത് ഡീബഗ് ചെയ്യുന്നതെന്ന് കരുതുക. അപ്പം ആ ഡീബഗിൽ നമ്മളെ പ്രോഗ്രാം റൺ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഫയലൊക്കെ ഓട്ടോമാറ്റിക്കലി സേവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിന് നമ്മളെ കോഡ് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഡീബഗർ പ്രൊവൈഡ് ചെയ്യരുത്. എപ്പോഴാണ് കോഡ് റൺ ചെയ്യുന്നത്, ഇറ്റ്സ് ജസ്റ്റ് ഐഡന്റിഫൈങ് ദി ഇറർ, ആഫ്റ്റർ ഫിക്സിങ് ദി ഇറർ ആ ഒരു കോഡ് ഡീബഗർ കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് മെയിൻലി നമ്മൾ ഈ സെക്യൂരിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ ടേമിൽ മനസ്സിലാക്കേണ്ടത്. അതായത് കോഡ് പെർസിസ്റ്റന്റ് ആയിട്ട് സേവ് ചെയ്യുക, അങ്ങനത്തെ ഫംഗ്ഷനാലിറ്റി ഒന്നും ഇയാൾ ചെയ്യണ്ട. ഇറ്റ് ഹാവ് ടു ജസ്റ്റ് ഡീബഗ് ദി ഇറേഴ്സ്, ഇറ്റ് ഹാവ് ടു ഐഡന്റിഫൈ ദി ഇറേഴ്സ് ഇൻ ദി പ്രോഗ്രാം. ലൊക്കേറ്റ് ചെയ്ത് തന്നാൽ മാത്രം മതി, ബാക്കി പ്രോഗ്രാമർ ചെയ്തോളും. ഇന്റഗ്രിറ്റി, കോഡ് ഇന്റഗ്രിറ്റി, സെക്യൂരിറ്റി, ആ ഒരു കാര്യം ആര് പ്രൊവൈഡ് ചെയ്യണം? ഡീബഗർ പ്രൊവൈഡ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ്. ക്ലിയർ ആണോ? ഋഷിൻ, രോഹിത്, സഫീൽ മുഹമ്മദ്, സങ്കീർത്തന, തേജ, തുളസി, അഭിനവ്. ഓക്കെ, നമുക്ക് മനസ്സിലാവും ഒരു ഡീബഗർ ഒരിക്കലും ഒരു കോഡ് സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എക്സാക്ട് റൺ ടൈം എൻവയോൺമെന്റ് ആണ്. ഇറ്റ് ഈസ് ഐഡന്റിഫൈങ് എൻ എറർ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലൊക്കേറ്റ് ചെയ്തു അപ്പൊ തന്നെ നമുക്ക് ആ കോഡിനെ കറക്റ്റ് ചെയ്ത് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സേവ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ ഒന്നും നമുക്ക് വേണ്ട. ശരിക്കും കോഡ് സെക്യൂർ ആയിരിക്കണം, ഇന്റഗ്രിറ്റി ഉണ്ടാവണം. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരാൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ആ ഒരു കോൺസെപ്റ്റ്. ദെൻ ഫൈനലി കമ്മിങ് ടു തേർഡ് പോയിന്റ്, ഡീബഗർ മസ്റ്റ് കോർഡിനേറ്റ് ഇറ്റ് ആക്ടിവിറ്റി വിത്ത് എക്സിസ്റ്റിംഗ് ആൻഡ് ഫ്യൂച്ചർ ലാംഗ്വേജ് ആൻഡ് കമ്പൈലേഴ്സ് ആൻഡ് ഇന്റർപ്രറ്റേഴ്സ്. ഇത് പറയുന്നത് നമ്മളൊരു ഗ്ലോബൽ
എല്ലാ ലാംഗ്വേജും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഡീബഗർ കൺസ്ട്രക്ട് ചെയ്തെന്ന് കരുതുക. അപ്പം ഫ്യൂച്ചറിൽ പുതിയ പുതിയ ലാംഗ്വേജസ് വരാനുള്ള സാധ്യതകളുണ്ട്. മാക്സിമം അത്തരം സാധ്യതകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മളൊരു ഡീബഗർ ബിൽഡ് ചെയ്യാൻ. അതായത് ഒരു ലാംഗ്വേജിന്റെ എല്ലാ കൺസ്ട്രക്റ്റും അല്ലെങ്കിൽ എല്ലാ പോസിബിലിറ്റീസും ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മളൊരു ഡീബഗർ ബിൽഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ഡീബഗറിന് ഐഡന്റിഫൈ ചെയ്യാത്തൊരു സിസ്റ്റം കോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റണ്ണിങ് കോഡ് വരുവാണെങ്കിൽ ഇത് ഇറർ ആണ് കാണിക്കുക. അതിന് പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റൂല. സോ പ്രോപ്പറായിട്ട് എല്ലാ ലാംഗ്വേജിന്റെയും കൺസ്ട്രക്ട്, ഫോർമാറ്റ്, ടോക്കൺസ്, വേരിയബിൾസ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ളതായിരിക്കണം നമ്മുടെ ഡീബഗർ. എക്സിസ്റ്റിംഗ് ലാംഗ്വേജും ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ലാംഗ്വേജ് കൺസ്ട്രക്ട് ഒക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റാണ്. അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കണം. ഡീബഗർ ഇന്റലിജന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് തേർഡ് പോയിന്റ്. വൈഷ്ണ യാദവ് ക്ലിയർ ആണോ? ഓക്കെ അഭിനവ്, താങ്ക് യു. അഭിഷേക്, ഐശ്വര്യ, അഖിൽ കെ, അമൽ രവീന്ദ്രൻ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ വൈഷ്ണവ്, താങ്ക് യു. നൂഹ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നന്ദ, നന്ദിത, ഐശ്വര്യ പി, താങ്ക് യു. Okay, then last part, user interface criteria for a debugger. We are discussing user interface criteria for a debugger. ഈ ഒരു പോയിന്റ് നമ്മൾ പറയാനുള്ള കാര്യം, യൂസർ ഇന്റർഫേസ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ആ കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്ത കുറെ കാര്യങ്ങൾ ഓർമ്മ വരാം. കമാൻഡ് പ്രോംപ്റ്റ് ബ്ലാക്ക് സ്ക്രീനിൽ വിത്ത് വൈറ്റ് ലെറ്റേഴ്സ് നിങ്ങൾ കുറെ കോഡ് എഴുതും. ദെൻ ഇപ്പുറത്തൊന്ന് ശ്രദ്ധിക്കുക, വി ആർ ഹാവിങ് എ ഗുഡ് ഡീബഗർ വിത്ത് മെനു ഓപ്ഷൻ, ബട്ടൺ ഓപ്ഷൻ, ഇങ്ങനെയുള്ള ഒരു ഡീബഗർ ഉണ്ടെന്ന് കരുതുക. ഈസി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്താണ്? വി ക്യാൻ ഗോ ഫോർ എ ഡീബഗർ വിത്ത് ഗുഡ് പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. ഗുഡ് പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് മീൻസ് we can save the program, we can edit the program, we have open option, undo option, and we can directly go for some drag and drop mechanism. അതായത് എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ട് എങ്കിൽ അതിനെ പെട്ടെന്ന് നമുക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റി വേറൊരു കോഡിനെ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു ഡീബഗറിനെയാണ് പെട്ടെന്നായിട്ട് സെലക്ട് ചെയ്യാം. സോ ഡീബഗർ ഷുഡ് ബി സിമ്പിൾ, ഈസിലി നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഡീബഗർ. ഫസ്റ്റ് പോയിന്റ് എഴുതുക, simple. And it should reflect common task. കോമൺ ആയിട്ടുള്ള എല്ലാ ഇറേഴ്സും, കോമൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റണം. ലൈക്ക് എഡിറ്റ്, അൺഡു, റീഡു, സേവ്, ഓപ്പൺ, സെർച്ച്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, അങ്ങനെയുള്ള എല്ലാ കോമൺ ടാസ്കും പെർഫോം ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് യൂസർ ഇന്റർഫേസ് ക്രൈറ്റീരിയ വി ആർ സെയിങ് ഇറ്റ് ഷുഡ് ബി സിമ്പിൾ. സിമ്പിൾ ആയിരിക്കണം. Then second one, for common users, suppose I am saying I am performing a debugging operation. ഓക്കെ, എനിക്കൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെന്ന് കരുതുക. എന്നാലും ഒരു ബിഗിനറിന് അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിലുള്ള ഇന്റർഫേസ് ആയിരിക്കണം. For common users, hyphen എഴുതുക. Common users hyphen എഴുതുക. For normal users, those who have very less coding background. Very less coding background. Then third point നമ്മൾ capabilitiesൽ പറഞ്ഞതാണ്, it should support a full screen view. ഒരു ഡീബഗർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വിൻഡോ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റൂല. പക്ഷെ ഒരു ഫുൾ സ്ക്രീൻ വ്യൂ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഈസിലി നമുക്ക് അത് റീഡബിൾ ആയിരിക്കും, നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. സോ ഇറ്റ് ഷുഡ് സപ്പോർട്ട് എ ഫുൾ സ്ക്രീൻ വ്യൂ. നിങ്ങൾ ഐഡന്റിഫൈ ഉണ്ടാവും, നമുക്ക് ഓൺലൈനൊക്കെ കാണുമ്പോൾ വെൻ വി ആർ ഡീബഗിങ് എ പ്രോഗ്രാം നമുക്കൊരു ചെറിയ സ്ക്രീനിലായിരിക്കും കാര്യങ്ങളൊക്കെ വരിക. നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനല്ല, നമുക്കത് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. അതിന് പകരം നമുക്ക് ഫുൾ സ്ക്രീൻ വ്യൂ ഒക്കെ കിട്ടിയാൽ നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റും. ആ ഒരു കാര്യം ഓർക്കുക. ദെൻ സപ്പോർട്ട് ഡിഫറെന്റ് മെനു ഓപ്ഷൻസ്. മെനു ഓപ്ഷൻ ഞാൻ പറഞ്ഞു, സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോർമാറ്റ് മാറ്റാൻ,
ഫോണ്ട് മാറ്റാൻ, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുക, എഡിറ്റ് ഓപ്ഷൻ, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ്, മെനു ഡ്രിവൺ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വി കൻ ഡയറക്ട്ലി ഗോ ഫോർ മെനു ഓപ്ഷൻ. സിംഗിൾ ക്ലിക്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. യൂസർ ഇന്റർഫേസ് ക്രൈറ്റീരിയ ഷുഡ് പ്രൊവൈഡ് എ മെനു ഓപ്ഷൻ. കമാൻഡ് ലാംഗ്വേജ് ഡീബഗർ ആണെങ്കിൽ കമാൻഡ് ഷുഡ് ബി ക്ലിയർ, ലോജിക്കൽ ആൻഡ് ഹാവ് എ സിമ്പിൾ സിൻടാക്സ് ആൻഡ് ഹെൽപ്പ് ഫെസിലിറ്റി. ഇതുപോലെ മെനു ഡ്രിവൺ അല്ല നമ്മുടെ ഡീബഗറിന് എഴുതുക. സപ്പോസ് ഇറ്റ് ഈസ് യൂസിങ് ഡിഫറെന്റ് കമാൻഡ്. ഇൻ ഓർഡർ ടു പെർഫോം എഡിറ്റ് വി ഹാവ് ടു ടൈപ്പ് എഡിറ്റ് പ്രോഗ്രാം നെയിം .c, ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ദെൻ ഇൻ ഓർഡർ ടു കമ്പൈൽ വി ആർ റൈറ്റിംഗ് GCC. ഇങ്ങനെയുള്ള കമാൻഡ് ഡ്രിവൺ ഡീബഗർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമാൻഡ് ഷുഡ് ബി ക്ലിയർ, മീനിങ് ഉള്ള കമാൻഡ്സ് ആയിരിക്കണം. ഷുഡ് ബി ലോജിക് ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് സിമ്പിൾ സിൻടാക്സ് ആൻഡ് ഷുഡ് പ്രൊവൈഡ് എ ഹെൽപ്പ് ഫെസിലിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ പ്രോഗ്രാം എഴുതുന്നു, ജാവയിൽ ഒരു പ്രോഗ്രാം എഴുതി നമ്മളൊരു ക്യാരക്ടറിനെ റീഡ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോഗ്രാം, strcmp സ്ട്രിംഗ് കമ്പാരിസൺ പ്രോഗ്രാം എഴുതിയിട്ട് നമ്മൾ ഇൻഡ് സി അങ്ങോട്ട് എഴുതിയെന്ന് വെച്ചാൽ, അപ്പം അതൊരു ഗുഡ് ഡീബഗർ ഓർ കമ്പൈലർ ആണെങ്കിൽ നമുക്ക് പറയും ഇറ്റ് ഷുഡ് ബി എ ക്യാരക്ടർ ഷുഡ് ബി എ സ്ട്രിംഗ് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് സിൻടാക്സ് ഒക്കെ കാണിച്ചു തരും. അല്ലെങ്കിൽ സ്റ്റാർ ക്യാരക്ടർ ഷുഡ് ബി പ്രൊവൈഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറേഴ്സ് കാണിച്ചു തരും. അപ്പം ഹെൽപ്പ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ യൂസറിന് അല്ലെ പ്രോഗ്രാമറിന് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. സോ ലാസ്റ്റ് പോയിന്റ്, കമാൻഡ് ലാംഗ്വേജ് ഷുഡ് ബി ക്ലിയർ, ലോജിക്കൽ ആൻഡ് സിമ്പിൾ സിൻടാക്സ് ആൻഡ് ഷുഡ് പ്രൊവൈഡ് എ ഹെൽപ്പ് ഫെസിലിറ്റി. സോ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീബഗിങ് അല്ലെങ്കിൽ ഡീബഗിങ് സിസ്റ്റത്തിന്റെ പോയിന്റ്സ് വൈൻഡപ്പ് ചെയ്യാണ്. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഞാൻ ജസ്റ്റ് സ്ലൈഡ് ഒന്നുകൂടി പറയാം. ഐശ്വര്യ, അഖിൽ കെ, അമൽ രവീന്ദ്രൻ, അനുജ, അനുപമ, ആരോമൽ, അരുന്ധത് ഒന്ന് റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. ഓക്കെ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞത് തൊട്ട് പറയാം. നിങ്ങൾ ഓർക്കേണ്ടത് ടെക്സ്റ്റ് എഡിറ്റർ, ദെൻ ഡിഫറെന്റ് എഡിറ്റിംഗ് പ്രോസസ്സർ, ട്രാവലിംഗ്, ഫിൽറ്ററിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുക. ദെൻ ടൈപ്പ് ഉണ്ടായിരുന്നു, ലൈൻ എഡിറ്റേഴ്സ് ആൻഡ് സ്ക്രീൻ എഡിറ്റേഴ്സ്, മിനിമം അത് രണ്ടും ഓർക്കുക. യൂസർ ഇന്റർഫേസ് വി ആർ ഡിസ്കസിങ് ഇൻപുട്ട് ഡിവൈസസ് പറഞ്ഞു, ഔട്ട്പുട്ട് ഡിവൈസസ് പറഞ്ഞു. ദെൻ വി ഡിസ്കസ്ഡ് ഡിഫറെന്റ് ലാംഗ്വേജ്, കമാൻഡ് ഓറിയന്റഡ് ആവാം അല്ലെങ്കിൽ മെനു ഡ്രിവൺ ആവാം. ഒരു എഡിറ്ററിന്റെ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ ഡീബഗിങ് സിസ്റ്റം ഡിസ്കസ് ചെയ്തു. ഡീബഗിങ് സിസ്റ്റത്തിൽ ക്യാപ്പബിലിറ്റീസ്, ഡീബഗിങ് ഫംഗ്ഷൻ ക്യാപ്പബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ പ്രോഗ്രാം ഡിസ്പ്ലേ ക്യാപ്പബിലിറ്റീസ്, ദെൻ റിലേഷൻഷിപ്പ് വിത്ത് അതർ പാർട്സ് ഓഫ് ദി സിസ്റ്റം ആൻഡ് ദർ യൂസർ ഇന്റർഫേസ് ക്രൈറ്റീരിയ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതാം. Here we are discussing different debugging options. സിലബസിലുണ്ട്, എല്ലാ എക്സാമിനും ചോദിക്കും ഡീബഗിങ് ഓപ്ഷൻ. അതിനു മുന്നേ നമ്മുടെ ഡീബഗറിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ അവിടെ എഴുതി വെക്കാം. ഡീബഗറിന്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ എഴുതി വെക്കാം. എക്സ്പ്ലെയിൻ ഡീബഗേഴ്സ് യൂസർ ഇന്റർഫേസ് ക്രൈറ്റീരിയ. എക്സ്പ്ലെയിൻ ഡീബഗർ യൂസർ ഇന്റർഫേസ് ക്രൈറ്റീരിയ. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. എക്സ്പ്ലെയിൻ ഡീബഗർ യൂസർ ഇന്റർഫേസ് ക്രൈറ്റീരിയ. Then next, explain debugging function and its capabilities. Explain debugging function and its capabilities. Debugging function and capabilities. ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നൗ വി ആർ ഡിസ്കസിങ് ഡിഫറെന്റ് ഡീബഗിങ് മെത്തേഡ്സ്. പ്രോഗ്രാം എന്താണെന്ന് അറിയാം, ഒരു ഡീബഗർ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ മനസ്സിലായി. ദെൻ ഡിഫറെന്റ് ഓപ്ഷൻ ഫോർ പെർഫോമിങ് ഡീബഗിങ്. ഇതിൽ നിങ്ങൾ മെയിനായിട്ട് നമുക്ക് സിലബസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 ടൈപ്പ് ഓഫ് ഡീബഗിങ് ആണ്. ഫസ്റ്റ് വൺ ഡീബഗിങ് ബൈ ഇൻഡക്ഷൻ, ഡീബഗിങ് ബൈ ഡിഡക്ഷൻ ആൻഡ് ഡീബഗിങ് ബൈ ബാക്ക് ട്രാക്കിംഗ്.
ഇത് മൂന്നുമാണ് സിലബസിലുള്ളത്. Okay, so debugging is the activity of locating errors and we have to correct the errors. ഇതാണ് debugging definition. There is an option to locate the errors and we can correct the errors. Okay, and we have 3 different methods. കുറേ methods ഉണ്ട്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് debugging by induction, debugging by deduction and debugging by backtracking. ഈ മൂന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. debugging by induction, debugging by deduction, finally debugging by backtracking. Okay, first type of debugging option, debugging by induction. Debugging by induction. Okay, ഈ ഒരു ഡയഗ്രാം റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് കാണാം. ഇതാണ് എക്സാക്ട് പ്രൊസീജിയർ ഫോർ പെർഫോമിംഗ് ഡീബഗിംഗ് ബൈ ഇൻഡക്ഷൻ മെത്തേഡ്. ഇൻഡക്ഷൻ മെത്തേഡിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഈ ഡയഗ്രാം ഇതുപോലെ പഠിച്ചു വെച്ചാൽ മതി, ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റണം. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. വി ഹാവ് ടു ലൊക്കേറ്റ് പെർട്ടിനന്റ് ഡാറ്റ ഫസ്റ്റ്, then we have to organize the data and we have to study the relationship and devise a hypothesis, prove the hypothesis, then fix the error. അത് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ we have to derive again, we have to devise another hypothesis. ഈ ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് ടാസ്ക് നിങ്ങൾ നോക്കാം. ഫസ്റ്റ് ബോക്സ് വെക്കാം, ലൊക്കേറ്റ് ദി പെർട്ടിനന്റ് ഡാറ്റ. അതായത് ഒരു പ്രോബ്ലം ഇറർ വന്നു, വി ആർ ഐഡന്റിഫൈങ് എന്തെങ്കിലും ഒരു വേരിയബിളിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, വി ആർ ഐഡന്റിഫൈങ് ദി ഇറർ. എവിടെയാണ് ആ ഒരു കോസ് വന്നിട്ടുള്ളത്, മിസ്ബിഹേവ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ് ഏരിയ. ഏത് പാർട്ടിലാണ് ഓർ ഏത് ഫംഗ്ഷൻ ആണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നത്? വി ഫസ്റ്റ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണം. ലൊക്കേറ്റ് ദി പെർട്ടിനന്റ് ഡാറ്റ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡീബഗർ, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലൈൻ നമ്പേഴ്സ് ഓർ ഇൻസൈഡ് എ ഫംഗ്ഷൻ വി ആർ ഐഡന്റിഫൈങ് എ പ്രോബ്ലം ഹാപ്പൻ. നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഓർഗനൈസ് ദി ഡാറ്റയാണ്. പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാം. ഓർഗനൈസ് ദി ഡാറ്റ മീൻസ് സ്റ്റാർട്ടിങ് ഫ്രം വിച്ച് സ്റ്റേറ്റ്മെന്റ്, വേർ ദി പ്രോബ്ലം എൻഡ്സ്, വിച്ച് ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡഡ്, വിച്ച് ഓൾ വേരിയബിൾസ് ചേഞ്ച്ഡ്. ഓക്കെ, ഇത് thereby ഏതെങ്കിലും അതർ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ടോ, അത് അഫക്റ്റ് ആയിട്ടുണ്ടോ? All those things we have to identify. We have to properly organize the data. Second stage, first of all, we identify the problem, which statement, which line number, or which functions that we are identified. Then organize the data, values associated, variables associated, function associated, and we are identifying the relationship. Identifying the relationship. There ഒരു വേരിയബിൾ, സപ്പോസ് എ എന്ന് പറയുന്ന വേരിയബിൾ 0 ആയി പോയിട്ടുണ്ട്, ഇതിനെ അസോസിയേറ്റ് ചെയ്ത് ഏതെങ്കിലും ഫംഗ്ഷൻ കോൾ നടന്നിട്ടുണ്ടോ, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ഡിവൈസ് എ ഹൈപ്പോത്തിസിസ്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്ത് ഇൻപുട്ട് കൊടുത്തപ്പോഴാണ് അത് പ്രോബ്ലം ഉണ്ടാക്കിയത്? ഹൈപ്പോത്തിസിസ് ആണ്. ഇനി നമ്മളത് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്താൽ നമ്മൾ മാത്രമേ, ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസെപ്റ്റ് പോലെ നമ്മൾ ജസ്റ്റ് ഇതാണ് എൻ്റെ ഐഡിയ എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്തു. ദെൻ നമ്മളത് പ്രൂവ് ചെയ്താൽ നമുക്ക് പറയാം ഞാൻ എൻ്റെ ഐഡിയ അല്ലെങ്കിൽ എൻ്റെ ചിന്ത, എൻ്റെ ധാരണ ശരിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് വി ആർ ഐഡന്റിഫൈങ് ഒരു റഫായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ദെൻ നമ്മളത് വർക്ക് ചെയ്ത് നോക്കും. ഇന്ന ഇൻപുട്ട് കൊടുത്താൽ അത് പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുമോ? ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫിക്സ് ദി ഇറർ. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗോ ഫോർ അനദർ ഇൻപുട്ട്. അഗൈൻ വി ഹാവ് ടു ഡിഫൈൻ അനദർ ഹൈപ്പോത്തസിസ്. ഒന്നുമില്ല, സംഭവം സിമ്പിൾ ആണ്. ഡീബഗിംഗ് ബൈ ഇൻഡക്ഷൻ. ഡീബഗിംഗ് ബൈ ഇൻഡക്ഷൻ തിയറി പറയുന്നത് പോലെ തന്നെ ആ ബോക്സിലുള്ള കണ്ടന്റ് മാത്രം ഒന്നുകൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ലൊക്കേറ്റ് ദി പെർട്ടിനന്റ് ഡാറ്റ, ടേക്ക് അക്കൗണ്ട് ഓഫ് ഓൾ അവൈലബിൾ ഡാറ്റ, സിംറ്റം അബൌട്ട് ദി പ്രോബ്ലം. ദെൻ ആ പ്രോഗ്രാമിന്റെ പാർട്ട് ഓർഗനൈസ് ദി ഡാറ്റ, പ്രോസസ്സിംഗ് ഫ്രം ദി പെർട്ടിക്കുലേഴ്സ് ടു ജനറൽ, എവിടെയാണ് പ്രോബ്ലം ഉണ്ടായത്. ഡിവൈസ് എ ഹൈപ്പോത്തിസിസ്, സ്റ്റഡി ക്ലൂസ് ആൻഡ് ഡിവൈസ് വൺ ഓർ മോർ ഹൈപ്പോത്തിസിസ്. ദെൻ മൾട്ടിപ്പിൾ തിയറീസ് ആർ പോസിബിൾ, ദെൻ സെലക്ട് മോസ്റ്റ് പ്രോബബിൾ ഫസ്റ്റ്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പോസിബിൾ ആയിട്ടുള്ള കുറേ ഇൻപുട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏറ്റവും കറക്റ്റ് റിസൾട്ട് തരുന്ന ഒരു വാല്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം.
then we have to prove the hypothesis. ആ ഇൻപുട്ടിൽ അത് പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്നു, we have to prove. Thereby we can fix the error. ഇതാണ് ഫസ്റ്റ് പാർട്ട്, ഡീബഗിംഗ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രോ കൂടി പറയാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തു, വി ഡിസ്കസ് റിഗാർഡിംഗ് ഡിഫറെൻറ്റ്